നീല ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മുടെ യാത്ര എങ്ങോട്ടാണ്? തമിഴ്നാട്ടിലേക്ക് പോവുക. നമ്മളേതായാലും എല്ലാ ആഴ്ചയിലും ഒരു ദിവസമെങ്കിലും തമിഴ്നാടിന് പോകും. അപ്പൊ പിന്നെ ദീപാവലി ആയിട്ട് പോയില്ലെങ്കിൽ മോശമല്ലേ? അപ്പൊ ദീപാവലി കാണാൻ വിളിച്ചിട്ടുണ്ടല്ലേ? ക്ഷണിച്ചിട്ടുണ്ട്. എടുത്തോട്ട് പോവാ. അപ്പൊ നമുക്ക് പോയേക്കല്ല, ഒരു ചെറിയ തെളിച്ചൊക്കെ ഉണ്ട് ഇന്ന്. രാവിലത്തെ മൂടലെല്ലാം അങ്ങ് മാറി. രാവിലത്തെ മൂടൽ മാറി, മൂടലും തൂളലും ഒക്കെ പോയി. ഇപ്പം തെളിഞ്ഞിട്ടുണ്ട്. എത്ര നേരം ആണെന്നറിയത്തില്ല. ഇനിയിപ്പോ ഉച്ച കഴിഞ്ഞത്തേക്ക് ചിലപ്പം പെയ്യുമായിരിക്കും. അതിന് മുന്നേ നമുക്ക് പോയിട്ട് ദീപാവലി കൂടിയിട്ട് പോരാം. വൈകുന്നേരം ഇവിടെ വന്ന് കുറച്ച് പരിപാടിയൊക്കെ ഇല്ലേ? ചെന്ന് നോക്കാം. പടക്കം മേടിച്ചോണ്ട് വരണം. ആണോ? അല്ലെങ്കിൽ അവിടെ പടക്കം പൊട്ടിക്കുന്ന കണ്ടിട്ട് കയറി പോന്നാലും കണ്ടിട്ട് കയറി പോന്നാ മതി. അല്ല നമുക്ക് അവിടെ പോയി പടക്കം പറയാം. സന്ധ്യ ആകുമ്പോ കയറി പോന്നാ മതി. അപ്പൊ നമ്മൾ മേലോട്ട് കയറി വരുന്ന വഴിയിലെല്ലാം നിൽക്കുമ്പോ താഴെ ഫുള്ള് പടക്കം പൊട്ടിക്കുന്നതാണ്. നമുക്ക് ഇവിടെ വന്ന് നമ്മുടെ ദീപമെല്ലാം കത്തിക്കണ്ടേ? അപ്പൊ ഏതായാലും വൈകുന്നേരത്തേക്ക് മുന്നേ നമുക്ക് കയറി പോരാം. വേഗം. ഇതിപ്പോ ഇവിടെ ഫുള്ള് ബ്ലോക്കാണ്. തമിഴ്നാട്ടിലോട്ടുള്ള വഴി ബ്ലോക്ക് ചെയ്തേക്കാണ്. എന്നാ സംഭവം അറിയത്തില്ല. നമ്മളെ ജീവാലി ഇനി വീട്ടിൽ കൂടണം. എല്ലാരും താഴോട്ട് പോകുന്ന അറിഞ്ഞോണ്ടെങ്ങാണ്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചതാണോ? ഇതെന്നാ സംഭവം ഒരു പിടുത്തം കിട്ടുന്നില്ല. മൊത്തത്തിൽ ബ്ലോക്കാണല്ലോ. മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചെതറി നടക്കുവോ വണ്ടികൾ? അതെ, നീ തന്നെ ഇടപാടാണ്. നമുക്കേ താഴെ വരെ പോയി നടന്ന് നോക്കിയിട്ട് വരാം. ഇതെന്നാ സംഭവം എന്നുള്ളതേ. ആൾക്കാരൊക്കെ കുറെ പേര് നടന്നു പോകുന്നുണ്ട്. ഇവിടെ എന്നാണ്, അവിടെ ലോറി എന്തോ ഒരു സിമെന്റ് ലോഡുമായിട്ട് വന്നിട്ട് അത് ബ്ലോക്കായെന്നാ പറയുന്നത്. എടാ, നമ്മൾ രണ്ടുപേരും മുന്നേ പോന്നു. പുറകെ കണ്ടാവും കുറച്ച് ഹിന്ദിക്കാരാ വരുന്നത്. ബോപ്പി അവരുടെ കൂടെ കൂടിയെന്നാ തോന്നുന്നു കേട്ടോ. കണ്ടാലും പറയും. ഈ വഴി നമ്മൾ വണ്ടിയിലല്ലേ പോയിട്ടുള്ളൂ, നടന്നു പോയിട്ടില്ലല്ലോ. ഇല്ല. അപ്പൊ നമുക്കൊന്ന് നടന്നു പോയി നോക്കാം. ഈ റോഡ് മൊത്തം പോയത് കൊണ്ട് ഇവിടേക്ക് ഇന്റർലോക്ക് ഒക്കെ ചെയ്തിട്ടിരുന്ന, പക്ഷെ ഈ സൈഡ് വഴിയെല്ലാം ഫുള്ള് വെള്ളം ഒഴുകുന്നതുകൊണ്ട് ഇത് ഇന്റർലോക്ക് കാണാനില്ലല്ലോ. അതെല്ലാം താന്നു പോയി. ലോഡ് വണ്ടികൾ ഇഷ്ടം പോലെ വരുന്നല്ലേ, അതുകൊണ്ട് വഴിയെല്ലാം പോയതുകൊണ്ട് ഇനി ഇവര് വീണ്ടും ഇത് അടച്ച് പണിയാനുള്ള പരിപാടിയാ. ബൈക്കുകാരെ ഇറക്കി വിടും. അവരിടെ കൂടെ തിരികെ പോകുന്നോണ്ട് ബൈക്കുകാരൊക്കെ പോകും, പക്ഷേ ബൈക്ക് സ്കൂട്ടി എല്ലാം പോകും. ഫോർ വീലർ മാത്രം. ഏത് വഴിയിലാണ് എവിടെയാണ് റോഡ് ബ്ലോക്ക് ആയേക്കുന്നതെന്ന് ഒരു പിടുത്തമില്ല. നമ്മൾ എന്തിനാണോ നടക്കുന്നത്? പോയി നോക്കാം. നമ്മൾ ഈ വളവ് വരെയൊക്കെ വന്നിട്ടേ വണ്ടിയൊന്നും കിടക്കുന്നത് കണ്ടില്ല. അപ്പൊ കുറെ വണ്ടികൾ താഴെ നിന്ന് കയറി വരുന്നുണ്ട്. അപ്പൊ ഇനി തിരിച്ച് വണ്ടി എടുത്തോട്ട് തന്നെ പോയേക്കാം. പക്ഷെ താഴോട്ട് വരുന്നില്ല കേട്ടോ. താഴോട്ട് വരുന്നില്ല. അല്ല, ഇവിടെ നിന്നുള്ള വണ്ടികളെല്ലാം ഇനി കയറി ചെന്നിട്ടേ താഴോട്ട് വണ്ടി ഇറക്കി വിടത്തുള്ളൂ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് മേളോട്ട് തിരിച്ചു കയറി പോവാം. വെറുതെ ആയിരുന്നു നടന്നു വന്ന വഴിക്ക് ഇവിടെ എവിടെയോ കുരങ്ങന്മാര് തേനീച്ച ഇളക്കിയായിരുന്നു. 2-3 കുത്തും കിട്ടി. നല്ല പോലെ കിട്ടി. കൈക്കെട്ടും കിട്ടി, തലക്കെട്ടും കിട്ടി. ആണോ? അപ്പഴേ പറഞ്ഞാ നടക്കാൻ ഇറങ്ങണ്ടെന്ന്. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഏതായാലും കിട്ടിയില്ല, ഒരു സുഖമില്ലേ? പകുതി വന്നപ്പോ തിരിച്ചു എനിക്ക് 2 എണ്ണം. 2 ഇത് നിന്റെ കൂടെ ഒരു പൂമ്പാറ്റം വരുന്നുണ്ട്. വരട്ടെ. കണ്ടോ? അതവിടെ പോവാണോ? ആ കൂടെ വരുവാണല്ലോ. അതെ 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 അതെ. വരാനുള്ള വഴി തങ്ങാലെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അതെ. വണ്ടി വിളിച്ചും വരും. നടന്നു പോയാൽ തേനീച്ചക്കുത്ത് കിട്ടുമെന്നും പറഞ്ഞിട്ടേ. ഏതായാലും ബ്ലോക്ക് മാറി വണ്ടിയൊക്കെ കയറി വരാനും ഇറങ്ങി പോകാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് പോയി നോക്കാം അല്ലേ? എന്റെ മോനെ ഒന്നും പറയണ്ട, ഈ കുഞ്ഞിയാണ് ഇതിനെല്ലാം കാരണം. അതെ അതെ അതെ. ഇനി എന്റെ തലയിലോട്ടിട്ടോ. കുഞ്ഞി പറഞ്ഞേ നടന്നു പോയി നോക്കാന്ന് പറഞ്ഞിട്ടാ ഞാൻ പോയത്. എന്നിട്ട് അവസാനം കുഞ്ഞി കാല് മാറി. ഇതിങ്ങനെ താഴെ വരെ ഹെയർപിൻ വളവുകളൊക്കെ ആയതുകൊണ്ടേ ബസ്സൊക്കെ തിരിഞ്ഞു വരാൻ പാടാ. ഇപ്പൊ അവധി ആയതുകൊണ്ടേ എല്ലാരും ദീപാവലിയുടെ അവധിക്ക് കറങ്ങാൻ ഇറങ്ങിയേക്കാ. ഈ ഇതുണ്ട്, ആ പോകുന്ന വണ്ടി പെരുമ്പാവൂര് വണ്ടിയാ. പെരുമ്പാവൂരിന്ന് രാമക്കൽമേട് കുമളിയൊക്കെ കറങ്ങി നമ്മളതിലൊക്കെ കാറ്റാടിപ്പാടമൊക്കെ കണ്ടിട്ട് തിരിച്ചവര് ചിലപ്പോൾ വൈക പോകുന്നതോ അല്ലെങ്കിൽ മുന്തിരിപ്പാടമൊക്കെ കാണാനായിട്ട് ഇറങ്ങി പോകുന്നതായിരിക്കും. പക്ഷെ എന്നാലും ഈ റോഡുകളൊക്കെ കുറച്ചുകൂടെ വികസിക്കേണ്ടതായിരുന്നു അല്ലേ? അതെ. നമ്മളെവിടെ വെച്ച് നോക്കുമ്പോ റോഡ് നല്ലതാ. റോഡ് നല്ലതാ, ഇച്ചിരി വീതി വേണം. വീതി ഇല്ല. ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുകളൊന്നും റോഡ് വീതി കൂട്ടാൻ സമ്മതിക്കില്ല. ഒരു വനം കൂട്ടിക്കൊണ്ടിരിക്കുക. താഴെ വന്ന വണ്ടി ബ്ലോക്ക് മാറ്റിയിട്ട് ക്രെയിൻ കയറി വരുന്നതാണ് കേട്ടോ. ഇനി താഴെ ചെല്ലുമ്പോ അറിയാം
ഇവിടെ എന്നാ സംഭവിച്ചേക്കുന്നതെന്ന് എവിടെയാണോ എന്തോ ഒരു പിടുത്തമില്ല. ഇതാണ് കേട്ടോ വഴി ബ്ലോക്ക് ആക്കിയിരുന്ന സംഭവം. ക്രെയിനിന് വണ്ടി വലിച്ച് സൈഡിലോട്ടെങ്ങാണ്ട് മാറ്റി വെച്ചാ സിമെന്റ് ലോറിയാ ഇത്. സിമെന്റ് വളവ് ഏതാണ്ട് വളവാ കേട്ടോ. ഹൈ റേഞ്ച് ഫെർട്ടിലൈസേഴ്സിന്റെ വണ്ടിയാണ്. ഇവിടുന്നെങ്ങാണ്ട് വണ്ടി ഇവിടെ എവിടെ ബ്ലോക്ക് ആയിരുന്നു, അവിടുന്ന് വലിച്ച് മേളിലോട്ട് കയറ്റിയിട്ടാ ഒഴുകി. അതെ ഇവിടെ ആയിരുന്നു. എങ്ങനെയുണ്ട്? നല്ല സീനറി ആണോ? ആണോ? നമ്മ കഴിഞ്ഞ ആഴ്ച വന്നതിൽ നല്ലപോലെ കൃഷിയായില്ലേ? ഇവിടെ ഒരാഴ്ച കൊണ്ട് ഇവർ എല്ലാ സാധനവും ഉണ്ടാക്കുന്നു തോന്നുന്നു. എന്തോ മാജിക്കാന്ന് തോന്നുന്നു. മാജിക്കൊന്നുമില്ല, അവര് പണിയെടുക്കും. അവര് മാജിക്ക് കാണിക്കുന്നൊന്നുമല്ല, അവര് പണിയെടുക്കുന്നോണ്ടാ. എന്നാലും എന്തേലും പുളിയല്ലാവേ ഇതുണ്ടോ, ഇഷ്ടം പോലെ പുളിയുണ്ട്. നമുക്ക് പറിക്കാൻ തിരിച്ചു വരുമ്പോ താഴെ വരെ ഉണ്ട്. ചമ്മന്തി കഴിക്കാൻ പുളി വേണോ? പിന്നെ വേണ്ടെന്ന് പറയുവോ? ചേട്ടാച്ചൻ എന്ത് ചെയ്യേ? വേണ്ടേ, പുളിയുടെ മെയിൻ ആളാ പച്ചക്ക്. പിന്നെ ഇതുണ്ടോ, നല്ല രസമുണ്ട് കണ്ടോ. വഴിയിലെല്ലാം വണ്ടിയെല്ലാം നിർത്തിയിട്ട് ആൾക്കാർ പിള്ളേരാന്ന് തോന്നുന്നു ഡാൻസ് കളിക്കുന്നുണ്ടോ അവന്മാര്? ഡാൻസ് കളിയാ, സ്കൂൾ ടൂറാന്ന് തോന്നുന്നു. എങ്ങനെയുണ്ട്? നല്ല രസമല്ലേ കാണാൻ? കണ്ടോ, നല്ല വയലുകളും തമിഴ്നാട്ടിലെ ഗ്രാമപ്രദേശങ്ങളൊക്കെ നല്ല അടിപൊളിയാ. അതെ അതെ. നെല്ലായി തേങ്ങ ആയി. അവിടെ തന്നെ കുറച്ച് ഭാഗം തോന്നുന്നു കൃഷി ചെയ്തേക്കുന്നത്. നെല്ലേ കുറച്ച് ഭാഗങ്ങളിൽ അല്ല, വെള്ളം കയറി പോയതാ. അങ്ങോട്ട് കണ്ടോ തെങ്ങും അതും എല്ലായിട്ട് നിൽക്കുന്നു. രണ്ട് സൈഡിലും പാടമല്ലായിരുന്നോ? വെള്ളം കയറി പോയതാന്ന് തോന്നുന്നത്. ആയതായിരുന്നു, നല്ലായിരുന്നു. തെങ്ങ് ഒരേ നിര നിക്കുന്നേ. എന്നിട്ട് ഓടിക്കോണം. ഇങ്ങോട്ട് മാറി നിൽക്കേ. ഓടി എങ്ങോട്ടാ ഓടുന്നത്? വടക്കം പൊട്ടിച്ചേക്കെ ആണോ? അവന് ഓടി രക്ഷപ്പെട്ടു കേട്ടോ. എങ്ങനെയുണ്ട് നെൽപ്പാടം? നല്ല രസമല്ലേ കാണാൻ? നെൽപ്പാടം കൊള്ളാം, നല്ല രസമുണ്ട് കാണാൻ. ഇത് അങ്ങനെ നമ്മുടെ കണ്ണെത്തുവല്ലാത്ത അത്രയും ദൂരം ഉണ്ടോ, ഫുള്ള് നെൽപ്പാടോ. അതെ അതെ. ഇപ്പൊ അങ്ങ് സൈഡൊക്കെ ഫുള്ള് മഞ്ഞ കളറിൽ നെല്ല് നല്ല വിളഞ്ഞു നിക്കുന്നതാണ്. ഇവിടെ പച്ചയായി, ഇത് വിളഞ്ഞു വരുന്നതേ ഉള്ളൂ. ഇത് കണ്ടോ, അങ്ങോട്ട് നോക്കുമ്പോ മഞ്ഞ നല്ല രസമാണ് കാണാൻ. അപ്പുറത്തെ സൈഡില് മഞ്ഞ കളർ മാത്രമേ ഉള്ളൂ. കണ്ടോ, ഇത് വിളഞ്ഞു വരുന്നതേ ഉള്ളൂ. ഇത് കഴിഞ്ഞ ദിവസത്തെ ഇവിടെ മഴയും നമ്മുടെ അവിടെ പെയ്ത മഴ ഇവിടെ നന്നായിട്ട് പെയ്തായിരുന്നു. അതിന്റെ അപ്പൊ വെള്ളം പൊങ്ങിയപ്പം കൊറേ ചാഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടല്ലേ? കുഴപ്പമില്ല, നല്ലത് ശരിയായി വരുമായിരിക്കും. കൊറേ സൈഡൊക്കെ വെള്ളം പോയിട്ടുണ്ട്. അപ്പൊ ഇനി എന്നാ ദീപാവലി ബാക്കി പരിപാടികൾ? ദീപാവലി ഇനി വീട്ടിൽ ചെന്ന് മറ്റേ സാധനമൊക്കെ കത്തിച്ചു നോക്കാം. ദീപാവലി ആയിട്ട് നമ്മളെ അണ്ണനൊക്കെ ക്ഷണിച്ചു, നമ്മളവിടെ വന്നു, ഫുഡൊക്കെ കഴിച്ചു. ഇനി പതുക്കെ നമുക്ക് കയറി പോകാം. ഇനി അവിടെ ചെന്നിട്ട് മറ്റേ ചിരാതൊക്കെ കത്തിക്കണ്ടേ? അതാ ഉദ്ദേശിച്ച്. നമ്മൾ ഇവിടെ വന്ന് പടക്കം പൊട്ടിച്ചെന്നാലും നമുക്ക് വീട്ടിൽ ചെന്നും പൊട്ടിക്കണം. ആഹാ, എന്നിട്ട് ഓടുന്നുണ്ടായിരുന്നല്ലോ പൊട്ടുന്ന വെച്ചേട്ടോ. അത് ഞാൻ തന്നെയല്ലേ പൊട്ടിച്ച്. നമ്മള് കമ്പത്തിന് ഇറങ്ങി പോകുന്ന വഴി സൈഡിലുള്ളേ പുളിമരങ്ങളാണ്. റോഡ് സൈഡിൽ കൂടെ നിറയെ പുളിമരങ്ങളുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാം പുളി ആയി വരുന്നുള്ളൂ. പഴുത്തില്ല, പച്ചപ്പുളിയാ. നല്ല പഴുത്ത് കഴിയുമ്പോ നല്ല രസമാണ് വാളംപുളി. നല്ല ഉപ്പ് കൂട്ടി തിന്നണം അല്ലേ? അടിപൊളിയാ, നല്ല രസമായിരിക്കും. താഴെ ഉണ്ടായിരുന്ന എല്ലാം ആൾക്കാർ പറിച്ചെന്ന് തോന്നേ. മേളിക്കൂടെ ഇഷ്ടം പോലെ ഉണ്ട്, അതിനകത്തൂടെ എല്ലാം ഉണ്ട്, ആയി വരുന്നുണ്ട്. പഴുത്ത് കഴിയുമ്പോ വരണം, പഴുത്ത് കഴിയുമ്പോ ഒന്ന് വാങ്ങിക്കാം. ഇപ്പൊ അങ്ങോട്ട് പോയപ്പോഴും ഇങ്ങോട്ട് വന്നപ്പോഴും എല്ലാം ബ്ലോക്ക് ആണല്ലോ കുഞ്ഞി.
ഈ വലിയ വണ്ടിക്ക് പോകാനുള്ള ഇടയൊന്നും ഇല്ലല്ലേ ഈ വഴിക്ക്? ഇടയുണ്ട്, പക്ഷെ അത് ഹൈറ്റും കൂടുതലാ. അവര് മരത്തിലൊക്കെ തട്ടാതൊക്കെ നോക്കിയൊക്കെയാ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ റോഡിലോട്ട് കിടക്കുന്ന കമ്പുകളെല്ലാം വെട്ടിക്കളയേണ്ടതല്ലേ അല്ലേ? നമുക്കതൊക്കെ പറയാം, പക്ഷെ ഫോറസ്റ്റുകാർ സമ്മതിക്കണ്ടേ? നല്ല വണ്ടി, എന്തേലും വണ്ടി പോകുന്നു. ഹൈറ്റും കൂടുതലാണ്, നീളവും കൂടുതലാണ്, ചിലപ്പോ അത് തിരിയാതെ റിവേഴ്സ് ഒക്കെ വരും. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചു വേണം എന്റെ പുറകെ പോകാൻ. പുറകെ നിൽക്കല്ലേ, നമുക്ക് ഓവർടേക്ക് ചെയ്യാം. അതിന് നമ്മുടെ മുമ്പിലുള്ള വണ്ടികൾ ആദ്യം പോകണം, എന്നിട്ടല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇവിടെ 3 പേര് ചേർന്ന് ചിരാത് കത്തിക്കാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. പക്ഷെ നല്ല കാറ്റായതുകൊണ്ട്, മഴയും പെയ്യുന്നുണ്ട്, നല്ല കാറ്റുമുണ്ട്. അതുകൊണ്ട് ഇത് ഇച്ചിരി ടാസ്കാ. നോക്കാം, പരിശ്രമിച്ച് നോക്കാം നമുക്ക്. നന്നായിട്ട് കാറ്റ് വീശുന്നുണ്ടല്ലോ നീ. നമ്മള് അതിസാഹസികമായി കാറ്റെല്ലാം ഉണ്ടായിട്ടും കുറെ കിട്ടുമെന്ന് തുടങ്ങി നമ്മള് കത്തിച്ചെടുത്തിട്ടുണ്ട് ഒരു തരത്തിൽ. എല്ലാവർക്കും ദീപാവലി ആശംസകൾ. ഇതിപ്പോ നമ്മുടെ വീടിന്റെ അവിടെ നമ്മൾ ദീപാവലിയുടെ ആഘോഷത്തിനായിട്ട് എല്ലാം ദീപങ്ങളെല്ലാം കത്തിച്ച് നമ്മളെ പരിപാടിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും ബോർഡർ സൈഡ് ആയതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള ഈ പടക്കം പൊട്ടിക്കുന്നതിൻ്റെ എല്ലാം സൗണ്ട് നല്ല ഭയങ്കരമായിട്ട് കേൾക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമുക്ക് ബോർഡർ പോയിട്ട് അവിടെ നോക്കാമെന്നും പറഞ്ഞ്, ഞാൻ പോകേണ്ട മഴയാന്നൊക്കെ പറഞ്ഞാൽ കുഞ്ഞ് സമ്മതിക്കില്ലായിരുന്നു. കുഞ്ഞ് പറഞ്ഞ് നമുക്ക് ബോർഡറിൽ പോയി നോക്കാം, അവിടെ നിന്നാ കാണാമെന്ന് പറഞ്ഞു. എന്നാണ് വന്നത് മോശമായില്ലല്ലേ? അതെ, എന്നാ രസം നോക്കിയേ. മേളിൽ നിന്ന് നോക്കുമ്പോ തന്നെ ഏതെല്ലാം കളർ ലൈറ്റാണോ അല്ലേ? എത്ര കളറാ! അതെ, അവിടെ നിന്ന് കാണുന്നവർക്കേ ശരിക്കും പറഞ്ഞാൽ അവരാ പൊട്ടിക്കുന്ന ഒരെണ്ണമല്ലേ കാണത്തുള്ളൂ അല്ലേ? നമ്മൾ ഈ മേളിൽ നോക്കുന്നതുകൊണ്ട് നമുക്ക് ഇത് മൊത്തം കംപ്ലീറ്റ് കാണാം. എന്നാ രസാ! തമിഴ്നാട് ഫുള്ള് പല പല കളറുകളാ. അത് മൊത്തം നല്ല രസമാണ് കാണാൻ. അങ്ങോട്ട് തൊട്ട് നോക്കിയോ നീ, ഉണ്ടോ? ചുവപ്പ് കത്തി തീർന്നു കഴിഞ്ഞപ്പോ തേണ്ട മഞ്ഞയായി. അടിപൊളി. എത്ര സമയാന്ന് നോക്കിയേ. രാവിലെ തുടങ്ങിയതാ. ഇത് രാവിലെ തുടങ്ങിയതാ. ഇനി ഇത് എനിക്ക് തോന്നുന്നത് ഇനി നേരം വെളുക്കുന്നിടം വരെ പൊട്ടുമെന്നാ തോന്നുന്നത്. ഈ ആ പൊട്ടുന്ന അത്രേ ഏരിയയിൽ കണ്ടോ, നമ്മൾ വന്നപ്പോ തൊട്ട് പൊട്ടാൻ തുടങ്ങിയതാ, നിന്നിട്ടേ ഇല്ല. ഇല്ലില്ല, നിക്കത്തില്ലേ. ഇത് ആൾക്കാരങ്ങ് പൊട്ടിച്ചോണ്ടിരിക്കില്ലേ? അതെ, കണ്ടോ? അതേ അങ്ങ് മലയുടെ അവിടെ എന്നാണ് നല്ല രസമുണ്ട് കാണാൻ. അടിപൊളി. വന്നത് കൊണ്ട് അടിപൊളി ദീപാവലി ആഘോഷം അല്ലേ? അതെ, കണ്ടോ? അങ്ങ് മലയുടെ സൈഡിൽ കൂടെ എല്ലാം ഉണ്ട് പൊട്ടിക്കുന്നേ. എല്ലായിടത്തും ഉണ്ട്. കണ്ണുകൊണ്ട് കാണുന്ന ഫീലൊന്നും ഫോണിൽ കിട്ടുന്നില്ല. ആണോ? എന്തായാലും അവര് തകർത്തു വരുവാ, കിട്ടിയ അവസരം. അപ്പൊ എല്ലാവർക്കും ഒരു അടിപൊളി ദീപാവലി. ഇന്ന് രാവിലെ തുടങ്ങിയ പരിപാടിയാണ്. വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും മൊത്തം നമുക്ക് കാണാം. നമ്മൾ ദീപം കത്തിച്ചാഘോഷിച്ചു. അവര് ദീപം കത്തിക്കുകയും പടക്കം പൊട്ടിക്കുകയും കൂടാ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.